അനീഷിന് അനുമോളോട് പ്രണയം, അത് അനീഷ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അനീഷ് അനുമോളോട് ചോദിക്കുകയാണ് എന്നെ പറ്റി എന്താണ് അനുമോടെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അനുമോള് പറയുന്നു ആദ്യം കുറച്ചൊക്കെ ദേഷ്യമായിരുന്നു, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ആർക്കും ഇഷ്ടപ്പെടുന്ന സ്വഭാവമാണ് അനീഷേട്ടനെ. അപ്പൊ അനീഷ് എടുത്തടിച്ച് ചോദിക്കുകയാണ് അപ്പൊ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന്. പെട്ടെന്ന് അനു അങ്ങ് ഞെട്ടിപ്പോയി. അനു ഇങ്ങനെ അയ്യോ എന്നിങ്ങനെ വെക്കുന്നുണ്ട്. അപ്പൊ അനു ഡയറക്റ്റ് നോ അല്ല പറയുന്നത്. അനു പറയുകയാണെങ്കിൽ എനിക്കിതിന് മുമ്പ് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഞാൻ കല്യാണമേ വേണ്ടാന്ന് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ വീട്ടുകാരൊക്കെ നിർബന്ധിച്ചപ്പോൾ 2 വർഷത്തിനുള്ളിൽ കല്യാണം കഴിക്കാമെന്ന് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് ലൈഫിൽ സെറ്റിൽ ആവണം, വീട് വെക്കണം, അങ്ങനെയൊക്കെ കുറേ ആഗ്രഹങ്ങളൊക്കെ അനു പറയുന്നുണ്ട്. അനു പറഞ്ഞതിന്റെ സമ്മറി എന്താണെന്ന് വെച്ചാൽ നോ എന്നാണെന്ന് അനീഷിന് പറയാതെ തന്നെ മനസ്സിലായി. അപ്പം തന്നെ അനീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത്. അനു ശരിക്കും പേടിച്ച് വിറച്ച് കേട്ടോ. അനു പറയുന്നുണ്ട് ബിഗ് ബോസ് എന്നെ കൺഫെഷൻ റൂമിലോട്ട് വിളിക്കും ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശരിക്കും നെർവസ് ആയിപ്പോയ ആള് കേട്ടോ. ഇവിടെ അനീഷിനെ നമുക്കൊരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല. ഇഷ്ടം തോന്നുക എന്ന് പറയുന്നത് അത് എന്ത് റീസൺ കൊണ്ടാണെന്ന് നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അനീഷിന് ചിലപ്പോൾ ഒരു ഇഷ്ടം അനുവിനോട് തോന്നിയിട്ടുണ്ടാവും. അത് അനുവിനോട് അനീഷ് തുറന്ന് പറയുകയും ചെയ്തു. ഇപ്പം അനീഷിന് തോന്നുന്ന ഒരു ഇഷ്ടം തിരിച്ച് അനുവിന് തോന്നണം എന്ന് അനീഷ് വാശി പിടിക്കാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അനുവിൻ്റെ റെസ്പോൺസിനെ റെസ്പെക്ട് ചെയ്യേണ്ട കടമ അനീഷിനും ഉണ്ട്. അനു നോ പറഞ്ഞു എന്ന് വെച്ച് അനീഷ് വീണ്ടും മിണ്ടാതിരിക്കുകയോ ഇപ്പം കാണിച്ച കെയർ കാണിക്കാതിരിക്കുകയോ ചെയ്യുന്നത് അത് മോശമാണ് ശരിക്കും. അതേപോലെ അനുവിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ അനുവിന് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയതായിട്ട് ലൈവ് കണ്ടപ്പോഴോ എപ്പിസോഡ് കണ്ടപ്പോഴോ എനിക്ക് തോന്നിയിട്ടില്ല. അനു അനീഷിനെ കണ്ടത് ഒരു ബ്രദർലി ഫീലിംഗ് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതിനപ്പുറത്തേക്കൊരു ഇഷ്ടം തോന്നിയിട്ടുള്ളതായിട്ട് അനുവിൻ്റെ പെരുമാറ്റത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. പുതിയ അപ്ഡേറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.